ഒരു വലിയൊരു ശബ്ദം കേൾക്കുന്നത്? അഞ്ചാം അധ്യായം 20 പറയുന്നു, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് കാറുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, പണമൊന്നും ഇല്ലാത്തവനാണ് ഇതിന്റെയൊക്കെ പുറകിൽ പോകുന്നത്. അവർ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ പോകേണ്ടി വരുമെന്നാണ്. എന്ത് വിഡിത്തമാണ് ഇവർ പറയുന്നത്? പണമുള്ളവരുടെ സ്വർഗവും പണമില്ലാത്തവരുടെ നരകവുമാണ്. അവർ പറയുന്നത് ധനവാൻ സ്വർഗത്തിൽ പോകുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ പോകുന്നതിനേക്കാൾ പ്രയാസമാണ്. എന്റെ ഫോണിൽ കൊടുത്തോണ്ട് വന്നേ. ഹലോ, ഫാദർ പീറ്റർ ആണോ? ഞാൻ റിച്ച് മാൻ. ഞാനൊരു 10,000 രൂപ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അഥവാ ഇപ്പൊ സ്വർഗം ഉണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് അവിടെ ബുക്ക് ചെയ്തോളാം. ഇതേ സമയം ലാസർ അവിടെ മരിച്ചു വീണു. അയ്യോ പാവം, അവര് കാശില്ലാത്തതുകൊണ്ട് സ്വർഗം ബുക്ക് ചെയ്യാൻ പറ്റി കാണത്തില്ല. അവനെ മാലാഖമാർ കൂട്ടിക്കൊണ്ട് പരദേശിലേക്ക് കൊണ്ടുപോയി. എന്നാ സന്ധ്യയായില്ലേ? വീട്ടിലേക്ക് പോയി. മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പിതാവേ, ലാസറിനെ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് അയക്കണമേ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരോട് ഈ യാതനാസനത്തെ പറ്റി സാക്ഷ്യം പറയട്ടെ. അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ. മോശയും പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കാത്തവർ മരിച്ചവരുടെ ചെന്നാലും വിശ്വസിക്കില്ല. ഞാനിതൊരു വിഡ്ഢിയാണ്. ദൈവം എനിക്ക് ഒത്തിരി സമയം തന്നു. എന്നിട്ടും മദ്യപാനത്തിനും മയക്കുമരുന്നിനും കൂട്ടുകാരോടൊപ്പം ഞാൻ ചെലവഴിച്ചു. ഞാൻ ഒരു വിഡ്ഢിയാണ്. അതുകൊണ്ടാണ് എനിക്ക് നിത്യ നരകത്തിന് ഞാൻ യോഗ്യനായത്. മനം തിരിഞ്ഞേശുവേ അറിയുക വേഗം. നിത്യാഗ്നിയിൽ